പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇടുക്കി വന്നിട്ട് കമ്പം തേനി പോവാട്ടോ. തേനി പോകാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത വഴി തൂക്കുപാല കമ്പംപെട്ടൊക്കെ കയറി പോകാനായിട്ടാണ് കേട്ടോ. കമ്പം തേനി അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറച്ച് യാത്രയ്ക്കൊടുവിൽ നമ്മളിത് നമ്മുടെ കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ട് കയറുകയാണ്. ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി. ഇവിടുന്ന് നമ്മളെ ചെക്ക് ചെയ്തൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മളെ കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ കടന്ന് കുറച്ച് അങ്ങ് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെയാണ് വഴി സൈഡിൽ നല്ലൊരു മരം നിൽക്കുന്നതിന്റെ ബന്യൻ എന്നൊക്കെ പറഞ്ഞൊരു മരമാണ് കേട്ടോ. ഇത് നല്ല രസമാണ്, അതിന്റെ വേര് താഴോട്ട് നീങ്ങി കിടക്കുന്നതാണ്. അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി മരമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തമിഴ്നാടൊക്കെ വഴി നിന്ന് കാണാം കേട്ടോ. അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേനാണ് നമ്മുടെ കുരകന്മാരൊക്കെ കുറെ വഴിയിലുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒക്കെ നിർത്തി വല്ല ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു പേടിയുണ്ട്. നമ്മൾ ഇപ്പൊ ഇനി നിന്ന പന്തിയോടെല്ലാം തോന്നിക്കൊണ്ട് ഞാൻ ഇത് വണ്ടിയിലൊക്കെ കയറി കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ തേനിയുടെ ബോർഡൊക്കെ കണ്ടു. പിന്നെ ദിണ്ടുക്കൽ 114 കിലോമീറ്റർ, തേനി 38 കിലോമീറ്റർ. അങ്ങനെ ഈ യാത്രയാണ്. നല്ല ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂട്. പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ ഓല മേഞ്ഞ വീടൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അങ്ങോട്ട് നല്ല റോഡാണ്. ചൂടും കൂടി ഇല്ലെങ്കിൽ നല്ലൊരു സുഖ യാത്ര തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡ് പാടങ്ങളും ഒക്കെ കണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ജമന്തിപ്പാടം കണ്ടിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയേ. അപ്പൊ ഇത് നോക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവരോട് ചോദിച്ചതിന് ശേഷമാണ് ഇറങ്ങുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് നമ്മുടെ കട്ടപ്പന എന്നുള്ള ഒരു ഫാമിലി വന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മാതിരി ചൂടിനകത്ത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നത് കണ്ടിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ വെണ്ടയ്ക്കപ്പാടമാണ് കേട്ടോ. അത് കുറെ നീണ്ടങ്ങ് കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു വിളവൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന വിളവുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഒരുപാട് കായൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കണ്ട് നല്ല സന്തോഷം തോന്നിയെങ്കിലും നമ്മൾ നിന്ന് ചുട്ടുകൊള്ളുകയാണ് കേട്ടോ. പെട്ടെന്ന് പോയി വണ്ടിയിലൊക്കെ കയറി പിന്നെ യാത്രയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ തന്നെ രണ്ട് സൈഡിൽ പുളിമരം നിൽക്കുന്നത്. ഇതെന്ത് പുളിയാന്ന് ചോദിച്ചാൽ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന വാളം പുളിയില്ലേ, അതാണ് കേട്ടോ. അതൊരു തണലുമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ റോഡിനെ സ്മരിച്ച് ടോൾ പിരിവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടോളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്രയാണ്. യാത്രയുടെ ഇടയ്ക്ക് അടുത്ത കാഴ്ചയാണ്. നല്ല സ്ട്രെയിറ്റ് റോഡും കൂടി ആയതുകൊണ്ട് നമ്മളെ ബൊഗേൻവില്ല ഇങ്ങ് തൊട്ട് അങ്ങ് വരെ നമുക്ക് കാണാം കേട്ടോ. അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. പണ്ടൊക്കെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര വൃത്തിയൊന്നും തോന്നിയില്ല. ഇപ്പൊ ഒരുമാതിരി വൃത്തിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിശപ്പ് മൊത്തം നമ്മളൊരു ഹോട്ടലിൽ കയറാൻ പോവാണേ. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പൈസ ഒന്നും കിട്ടത്തില്ല. ഇവിടെ നമ്മൾ വന്ന് ഫുഡ് ഓർഡർ കൊടുത്തപ്പോഴത്തേന് നല്ല വാഴയിലൊക്കെ നല്ല റൗണ്ടിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് തരുന്നത് കേട്ടോ ഫുഡ്. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ കൊടുത്തത്. ആ ബിരിയാണിയുടെ കൂടെ ഒരു മധുരം എന്തോ സംഭവം തന്നു കേട്ടോ. അതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരുന്നേ. പിന്നെ നമ്മുടെ അവിടെ ബിരിയാണിയുടെ കിട്ടാത്തൊരു സാധനം കൂടിയുണ്ട്. ഒരു വഴുതന വെച്ചെടുത്ത ഒരു ഗ്രേവി, അത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബിരിയാണിക്ക് നല്ലതായിരുന്നു. ഫുഡ് കഴിഞ്ഞ് യാത്രയായി. അന്നേരത്തേന് നമ്മുടെ KSRTC തേനിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോവാണേ. നമ്മുടെ ഒരു വണ്ടി കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. നമ്മൾ ഇന്ന് ഈ തേനിക്ക് വന്നതിന്റെ തന്നെ ഒരു ഉദ്ദേശമുണ്ട്. അതായത് നമ്മൾ വൈഗൈ ഡാം കാണാനായിട്ടാണ് കേട്ടോ. വൈഗൈ ഡാം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടിരുന്നുണ്ടല്ലോ, അത് ഈ ഡാമിലാണ് സംഭരിച്ച് നിർത്തുന്നത്. അപ്പൊ ആ ഡാം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണേ. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ഡാം. ഡാമിലോട്ട് പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട്. എല്ലാം തമിഴ്നാട് ആൾക്കാർ തന്നെയാണ്. ഫ്രീ ആയിട്ട് പോയി ഡാം കാണാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് പോകാം കേട്ടോ. നമുക്ക് തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് ഈ തേനി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കോട്ടയം ജില്ല എന്നൊക്കെ പറയുന്ന പോലാണ് തേനി ജില്ലയാണ്. തേനി ജില്ലയിലെ ആണ്ടിപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വൈഗൈ ഡാം ഉള്ളത്. ഡാമിനോട് ചേർന്ന് നല്ല വലിയൊരു പാർക്ക് ആയതുകൊണ്ട് ഒരുപാട് പേര് കുട്ടികളെ കൊണ്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നോക്കിയപ്പോ ആണ് ഒരു ഗ്ലാസിന്റെ അകത്ത് ചെറിയൊരു കായിരിക്കുന്ന കണ്ട്. ആദ്യമേ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല, പിന്നെയാണ് അത് മനസ്സിലായത്. നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന ചെറിയില്ലേ, അതാണ് കേട്ടോ. അത് ഇത് ഉപ്പും കൂട്ടി കഴിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അവര് വേറെ എന്തോ പേരാണ് പറഞ്ഞത്, ഓർമ്മയില്ല. അപ്പൊ നമ്മള് ഡാമിന്റെ അടുത്തെത്തി. ഇതിപ്പോ വരൾച്ച കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നിറച്ച് വെള്ളമായിരിക്കും. അങ്ങനത്തെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കിടക്കേണ്ടതാണ് ഈ ഡാം കേട്ടോ. വേറൊരു കാഴ്ച, മിക്കവാറും തലയിലെ പൂവുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു തമിഴ്നാട്ടുകാരുടെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. പിന്നെ ഡാമിന്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ കല്ലുകളൊക്കെ പാകിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ട്. മുകളിലോട്ട് കയറണ കുറച്ച് ടാസ്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മള് പുറകെ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം ഡാം കാണാനായിട്ട് മുകളിലോട്ട് കയറി പോകാൻ. ഇപ്പൊ നമുക്ക് കയറാം.
നല്ല വീതിയോട് കൂടിയ ഒരു പടിക്കെട്ടൊക്കെയാണ് കേട്ടോ മുകളിലോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കയറാനൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം. അങ്ങനെ പക്ഷെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിന്ന് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ വൈഗൈ ഡാം കാണാനായിട്ട്. ഈ വൈഗൈ ഡാം നിർമ്മിച്ചത് കൊണ്ടുള്ള പ്രത്യേക ഉദ്ദേശം തന്നെ നമ്മുടെ മധുര പിന്നെ ആണ്ടിപ്പട്ടി എന്നീ സ്ഥലങ്ങളിലേക്ക് ഭയങ്കര ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളൊക്കെ അന്ന് ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കുന്നതിനെ പറ്റി തന്നെ ആലോചിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ശുദ്ധജലം നൽകുന്നതും ഒക്കെ ഈ ഒരു ഡാമിൽ നിന്നാണ്. പിന്നെ കൂടുതലായിട്ടും കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഹോളൊക്കെ കണ്ടോ. അതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. മുകളിൽ ചെന്ന് കയറുമ്പോഴേ നമ്മൾ കാണുന്ന ഒരു വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർക്കല്ലാതെ നമുക്കൊന്നും കയറാനായിട്ട് അധികാരമൊന്നുമില്ല. അവിടെ നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ വെള്ളത്തിന്റെ അകത്തോട്ട് വീഴുമെന്നൊക്കെ പേടിക്കും. പക്ഷെ വീഴാനുള്ള സാധ്യതയൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ 2 തമിഴ് അണ്ണന്മാരെ കണ്ടു. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ അവര് നമ്മളോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എന്റെ ക്യാമറ ഒക്കെ മേടിച്ചിട്ട് നോട്ടം ഒക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നോക്കി. പിന്നെ എന്താ പറ്റുന്നത്, അവര് തമിഴിലൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മിണ്ടാതൊക്കെ കുറച്ചു നേരമൊക്കെ നിന്ന് പിന്നെ അവര് സംസാരിക്കായിരുന്നേ. മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം தண்ணி பூரா முல்லைப்பெரியார். எங்க மழை இல்ல, இது பூரா முல்லைப்பெரியார் தண்ணி. அடுத்து இங்க பெஞ்சுன்னா அங்க வரசநாடு இது பூராமே இங்க வரும். 111 അടി ഉയരമുള്ള ഈ വൈഗൈ അണക്കെട്ടിനുണ്ടല്ലോ 71 അടി ഉയരത്തിൽ വെള്ളം സംഭരിച്ചു നിർത്താനുള്ള ശേഷിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു കല്ലുകളൊക്കെ അടുക്കിയിരിക്കുന്നതാണ്. അതായത് ഒരു 3-4 കല്ലുകൾ വെച്ച് അടുപ്പിച്ചല്ല, അല്ലാതെ മാറി മാറ്റി കല്ലുകളൊക്കെ അടുക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അവർ പറഞ്ഞത് ഓളം തല്ലി ഇങ്ങ് വരുമ്പോൾ തന്നെ ഈ കല്ലെ തട്ടി അതങ്ങ് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പിന്നെ കൂടുതലായിട്ടും ഇതിന്റെ മുകളിൽ നിന്ന് ഒരാൾ വീണാൽ തന്നെ ഈ കല്ലെ തട്ടി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്, വെള്ളത്തിലോട്ട് പെട്ടെന്ന് ചെന്ന് വീഴാതെ. 1959 ജനുവരി 21 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് എന്നും പറഞ്ഞ ആളാണ് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ അങ്ങനെ നിന്നപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അന്നേരത്തിന് മഴ ശക്തമാകാൻ തുടങ്ങി. ഇപ്പൊ ഈ മഴയ്ക്ക് നമ്മൾ അവിടെ നിന്നാൽ നനയല്ലാതെ വേറൊരു വഴിയില്ല. മഴ ചതിച്ചു. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് താഴോട്ട് ഇറങ്ങുക കേട്ടോ. പിന്നെ താഴെ വന്ന് ഒരു മരത്തിന് ചോട്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല മഴ ശക്തമാകാൻ തുടങ്ങി. ഓരോരുത്തരും മഴയത്ത് നിന്ന് വരെ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്നാൽ തന്നെ ഗേറ്റുകളിൽ നിന്ന് പുറത്തോട്ട് വെള്ളം ഒഴുകുന്നത് നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് സ്റ്റോക്ക് പൈപ്പ് വഴിയാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാവേ. പിന്നെ കൂടുതലൊന്നും ഇവിടെ നിന്നില്ല, മഴയായിരുന്നു കേട്ടോ. നമുക്കിനി കമ്പം പോകണം. കമ്പം പോയിട്ട് നമുക്ക് മുന്തിരിപ്പാടം കൂടി കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പോക്ക്. അപ്പോൾ മഴയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ടോൾ കൊടുത്തിടത്ത് തന്നെ എത്തി. അതും കൊടുത്ത് നമ്മൾ ഇതേ ശബരിമല കോട്ടയൊക്കെ കണ്ടോ, നമ്മുടെ കുമിളി എന്നൊക്കെ പറഞ്ഞ ബോർഡ്. പിന്നെ ജെനിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു മുന്തിരിപ്പാട ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ മുന്തിരിപ്പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഏക്കർ കണക്കിന് ഉണ്ട്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേനാണ് ചേച്ചിമാര് വണ്ടിയിലതേ അവര് തോട്ടത്തിൽ നിന്ന് പറിച്ച മുന്തിരി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കകത്തുള്ള മുന്തിരിയൊക്കെ ഇറക്കിയിട്ട് വേണം അവർക്ക് വീട്ടിൽ പോകാനായിട്ട്. പിന്നെ അവർ പണിക്ക് കൊണ്ടുപോയ അതിൻ്റെ വെള്ളം, അവരുടെ ബാഗൊക്കെ കണ്ടോ, അതിൻ്റെ അകത്ത് ഫുഡൊക്കെ കാണുമായിരിക്കും. പിന്നെ അങ്ങനെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ് കേട്ടോ. പിന്നെ എന്താണ്ട് നമ്മുടെ തോട്ടം കാണാനായിട്ട്, മുന്തിരിത്തോട്ടം കാണാനായിട്ട് ഓരോരുത്തരൊക്കെ കുടയൊക്കെ പിടിച്ചോണ്ട് പോകുന്നത്. മഴയാണെങ്കിലും കുറച്ചു നേരം ഞാൻ അവിടെ നിന്നിട്ട് വീണ്ടും ഇറങ്ങി കേട്ടോ. ഇവിടം വരെ വന്നിട്ട് മുന്തിരിത്തോട്ടമൊക്കെ കാണാതെ എങ്ങനെയാ പോകുന്നത്, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെ മുന്തിരിത്തോട്ടമാണ് നമ്മൾ കാണുന്നത്. ഇനി അതിന്റെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കൃഷി കണ്ടു. ചിരങ്ങാന്നും പറഞ്ഞ സാധനത്തിന്റെ കൃഷിയാണ് കേട്ടോ. ഇപ്പൊ ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. വേറെ എന്തെങ്കിലും കൃഷിയാണെങ്കിൽ വെറുതെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ മുന്തിരി പറിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ട്. പിന്നെ നോക്കാനായിട്ട് ആരെങ്കിലും പറിക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഇതിന്റെ അകത്ത് ആളുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ മഴയാണെങ്കിലും കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പച്ചമുന്തിരി അല്ല, ഇത് പൊട്ടുമുന്തിരി എന്ന് വേണം പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ കളർ മാറി വരുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു കൊല പോലും നല്ല കളർ മാറിയ ഒരെണ്ണം കണ്ടില്ല കേട്ടോ. ഏതായാലും നമുക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. ഒരു മുഴുവൻ കൊല പഴുത്ത് നിൽക്കുന്ന കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയില്ല. പിന്നെ മഴ കാരണം ചള്ളയായി കേട്ടോ.
മഴയും ചള്ളയും കാരണം നമുക്ക് ഈ മുന്തിരിത്തോട്ടം ഒന്ന് സത്യം പറഞ്ഞൊന്ന് ആസ്വദിച്ച് കാണാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. മേലോട്ട് നോക്കുമ്പോൾ വെള്ളം വന്ന് കണ്ണി വീഴുകയാണ്. പിന്നെ ഇവിടം വരെ വന്നിട്ട് ഇത് കാണാതെ പോയാൽ നമുക്ക് സങ്കടമല്ലേ. പിന്നെ മുന്തിരി കൊണ്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം കണ്ട് നമ്മൾ വണ്ടിയെ കയറി കേട്ടോ, നനഞ്ഞിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് മുന്തിരി വേറെ തോട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ആ കാണുന്നത് ബന്ദിയാണോ ജമന്തിയാണോ എന്നറിയത്തില്ല, അല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും അതിന്റെ എന്തോ കൃഷിയാണെന്ന് തോന്നുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ബ്ലോഗിൽ പെട്ടു കേട്ടോ. അതായത് ഇത് ഫാമിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ്, പശുക്കളെയൊക്കെയാണ്. ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞതും വലുതും ഒക്കെ. തീരെ പൊടിയൊന്നും ഇല്ല, അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്രയാണ്. പോകുന്ന വഴിക്ക് വാഴത്തോട്ടമൊക്കെയാണ് കാണുന്നത്. ഒരു ഇല പോലും ഇല്ല കീറാത്തത്. അതിന്റെ അർത്ഥം അവിടെ നല്ല കാറ്റുണ്ടെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ നല്ല നല്ല വീഡിയോ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോകുന്ന പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ പൈപ്പാണ് ഈ കാണുന്നത്. അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഈ വീഡിയോയിൽ കൂടി അതുപോലെ കാണിച്ചു തരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിപ്പമാണ്. നമുക്കൊരു അത്ഭുതം തോന്നിപ്പോവും. ഈ അത്രയും വലിപ്പമുള്ള പൈപ്പുകളിൽ കൂടിയാണ് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അവർ കൊണ്ടുപോകുന്ന പൈപ്പാണ്. പിന്നെ ഏകദേശമൊക്കെ ഒരു ഇരുട്ട് വീണ് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ഇതും കൊണ്ടാണ് ഇത്രയും തെളിച്ചായിട്ടൊക്കെ കാണുന്നത്. ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുന്നോട്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. നമ്മൾ മാക്സിമം പറ്റുന്ന പോലൊക്കെ എനിക്കറിയാവുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്.